Good morning. Today we are going to continue with our SQL commands. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ടേബിളിനെ കുറിച്ചൊക്കെ പഠിച്ചു. DDL കമാൻഡ്സുകൾ, ക്രിയേറ്റ് ടേബിൾ, ഡിസ്ക്രൈബ് ടേബിളിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ടേബിൾസ്. So to insert data into the tables, we are using the command insert command. Insert command ന്റെ സഹായത്തോട് കൂടിയാണ് നമ്മൾ ടേബിൾസിലേക്ക് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അതിലേക്ക് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യാനായിട്ട് പോവാണ്. So to input datas to the table, we require or we need to write insert command. Okay. So the first point to be noted in insert command, it is a DML command. What's the full form of DML? Data manipulation language. Data manipulation language. Okay. So insert is a DML commands. നമ്മൾ 3 സിൻടാക്സുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. 3 സിൻടാക്സുകൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ യു ഹാവ് ടു ബി വെരി ക്ലിയർ ഇൻ വിച്ച് സിറ്റുവേഷൻ വി ഹാവ് ടു യൂസ് വിച്ച് സിൻടാക്സ്. ഓക്കെ. സോ ദ ഫസ്റ്റ് സിൻടാക്സ് ഇസ്, ഈ സിൻടാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിൻടാക്സ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ടേബിളിലുള്ള എല്ലാ കോളവും നമ്മൾ പഠിച്ചു. ടേബിളിൽ എന്തൊക്കെയാണ് ഉള്ളത്? കോളംസുകളുണ്ട് അല്ലേ? കോളം എന്ന് പറയുന്നത് ഫീൽഡ് എന്ന് ഞാൻ പറഞ്ഞു. കോളത്തിനെ നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കാം, ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കാം, രണ്ട് പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ടേബിളിലുള്ള എല്ലാ ഫീൽഡിലേക്കും അല്ലെങ്കിൽ എല്ലാ കോളത്തിലേക്കും അല്ലെങ്കിൽ എല്ലാ ആട്രിബ്യൂട്ട്സിലേക്കും ഡാറ്റ ആഡ് ചെയ്യണമെങ്കിലാണ് ഞാൻ ഫസ്റ്റ് സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ if we want to insert data in all the columns. Okay, so the syntax is insert into. This is a keyword. Insert into is the keyword. Next comes the table name. ഏത് ടേബിളിലേക്കാണോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടേബിൾ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കംസ് ദി വാല്യൂസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് വാല്യൂ, ഇറ്റ് ഈസ് വാല്യൂസ്. പ്രത്യേകം ശ്രദ്ധിച്ചോളാം. എസ്സും കൂടെ അവിടെ ഉണ്ട്. വാല്യൂസ്. ഓക്കെ. ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക. എത്ര കോളംസ് ഉണ്ടോ ആ കോളത്തിലേക്ക് ആവശ്യമുള്ള വാല്യൂസുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇപ്പം 5 കോളം ഉണ്ടെങ്കിൽ 5 ഡാറ്റാസ് ഇവിടെ ഉണ്ടാവണം, സെപ്പറേറ്റഡ് ബൈ എ കോമ. Okay, so this syntax is used in situation if we want to insert data to all the columns in the table. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. If it is a string, it can be given in double quotes, or it can be enclosed. Data can be enclosed in double quotes or single quotes. And if it is a date of birth as well as time, it should be given only in single quotes. Date ആണെങ്കിലും ടൈം ആണെങ്കിലും സിംഗിൾ കോഡ്സിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. സ്ട്രിങ് ആണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡബിൾ കോഡ്സിൽ കൊടുക്കാം, or it can be given in single quotes also. Clear? Okay. So in the next syntax, അടുത്ത സിൻടാക്സ്, ഫസ്റ്റ് സിൻടാക്സ് നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് സിൻടാക്സ് എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള കോളത്തിലേക്ക് മാത്രം ഡാറ്റാസ് കൊടുത്താൽ മതിയെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ടും എൻ്റെ ടേബിളിൽ റോൾ നമ്പർ, നെയിം, മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. Okay, I have 3 columns in my table: roll number, name and mark. And now if I am planning to give the data only to roll number and name and not to mark, we can use syntax 2. അല്ലേ? അവിടെ നമ്മൾ എന്താണ് സെലക്റ്റീവ് ആയിട്ടുള്ള കോളത്തിലേക്ക് കൊടുക്കുന്നുള്ളൂ. റോൾ നമ്പറിനും നെയിമിനും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഐ എം നോട്ട് പ്ലാനിങ് ടു ഗിവ് ഡാറ്റ ടു ദി മാർക്ക് കോളം. ഓക്കെ. സോ ഇൻ ദിസ് സിറ്റുവേഷൻ വി ക്യാൻ യൂസ് സിൻടാക്സ് 2. ആ സിറ്റുവേഷനിൽ നമുക്ക് ഏത് സിൻടാക്സ് യൂസ് ചെയ്യാം? സിൻടാക്സ് 2 യൂസ് ചെയ്യാം. സോ വാട്ട്സ് സിൻടാക്സ്? ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ഏത് കോളത്തിലേക്കാണോ ഡാറ്റ കൊടുക്കേണ്ടത് ആ കോളം നെയിംസ് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, if I want to give data only to roll number and name, I can give as roll number, name, and I can close the bracket. ഓക്കെ. അപ്പോൾ ഏത് കോളത്തിലേക്കാണോ കൊടുക്കേണ്ടത് ആ കോളത്തിൻ്റെ നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യണം. മുന്നേയുള്ള സിൻടാക്സിൻ്റെ വ്യത്യാസം എന്തായിരുന്നു? ഹിയർ വി ഹാവ് നോട്ട് സ്പെസിഫൈഡ് എനി കോളം നെയിംസ്. വി ആർ ഡയറക്ട്ലി ഗിവിംഗ് ദി വാല്യൂസ്. So here we have to specify the column names to denote to which column data to be given. And after we are specifying the column names, we have to use the keyword values. Values, പ്രത്യേകം ശ്രദ്ധിച്ചോളാം. values എന്നുണ്ട്. And in brackets we have to give the values. ഓക്കെ. എന്തൊക്കെ വാല്യൂസ് ആണ്, ഡാറ്റ എന്താണെന്നുള്ളത് വാല്യൂസ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും വരുന്നത്. വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സിൻടാക്സിൽ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യുന്നില്ല, രണ്ടാമത്തെ സിൻടാക്സിൽ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. Clear? Okay. Now we are moving on to the third syntax, syntax 3. Okay. അപ്പോൾ syntax 3 പ്രത്യേകത എന്ന് പറയുന്നത്, for example, if I want to insert in the above 2 syntaxes, we can insert data
with this index we can insert data to only one record. അല്ലേ, ഒരു റെക്കോർഡിലേക്ക് മാത്രമേ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് 64 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 64 ഇൻസേർട്ട് ഇൻ ടു കമാൻഡ്സ് താഴെയായിട്ട് കൊടുത്താൽ മാത്രമേ 64 റെക്കോർഡ്സുകൾ ടേബിളിലേക്ക് പോകുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഈ സെയിം കമാൻഡ് തന്നെ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം അങ്ങനെ 64 ടൈംസ് ഞാൻ അവിടെ എഴുതേണ്ടി വരും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തേർഡ് സിൻടാക്സ് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? ഹിയർ വി ആർ റൈറ്റിംഗ് ആസ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് റെക്കോർഡിൻ്റെ ഡാറ്റാസ്. അപ്പോൾ ഈ സിറ്റുവേഷനിലും ഇതേപോലെ തന്നെ വരും. ഇപ്പോൾ ഈ സിൻടാക്സ് ഞാൻ എഴുതിയിരിക്കുന്നത് എല്ലാ കോളത്തിലേക്കും ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് എങ്ങനെ തന്നെ വരാം. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കോളത്തിലേക്ക് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം ഐ ഹാവ് ടു സ്പെസിഫൈ ദി കോളം നെയിംസ്. ഓക്കെ, ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ ഹിയർ വിത്ത് അസംഷൻ വി ആർ ഗോയിങ് ടു ഗിവ് ഡാറ്റ ടു ഓൾ ദി കോളംസ്. എല്ലാ കോളത്തിലേക്കും ഡാറ്റ കൊടുക്കുന്നുണ്ട് എന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ സിൻടാക്സ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എല്ലാ കോളത്തിലേക്കും ഡാറ്റ കൊടുക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സിൻടാക്സ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം സെയിം ആയിട്ട് വരും. ഓക്കെ, സോ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ്, ആദ്യത്തെ റെക്കോർഡ് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക, കോമ. സോ ആദ്യത്തെ ഡാറ്റാസുകളെല്ലാം എവിടെ വരും? വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എല്ലാം നമുക്കിവിടെ കൊടുക്കാം. അതൊരു ബ്രാക്കറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. വീണ്ടും ഒരു കോമ കൊടുക്കുക. എഗെയിൻ ഡാറ്റാസ് ഓഫ് ദി സെക്കൻഡ് റെക്കോർഡ്. ഓക്കെ, എഗെയിൻ ഐ ഹാവ് ടു ഗീവ് എ കോമ. അങ്ങനെ ഇവിടെ എത്ര ബ്രാക്കറ്റ്സുകൾ വരും? ഇവിടെ 64 ബ്രാക്കറ്റ്സുകൾ വരും. ഒറ്റ കമാൻഡ് കൊണ്ട് നമുക്ക് എത്ര റെക്കോർഡ്സ് വേണമെങ്കിലും ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ് സിൻടാക്സ് 3. ഓക്കെ, സോ ദിസ് സിൻടാക്സ് ഇവിടെ തന്നെ നമുക്ക് വീണ്ടും വരാം. എങ്ങനെ വരാം? നമുക്ക് എഴുതാം ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, അതേപോലെ തന്നെ വരും അല്ലേ. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം ബ്രാക്കറ്റിൽ എങ്ങനെ വരും? കോളം 1, കോളം 2, കോളം 3. ഇഫ് ഐ വോണ്ട് ടു ഇൻസേർട്ട് ഡാറ്റ ടു സ്പെസിഫിക് കോളംസിലേക്കാണെങ്കിൽ ഈ കമാൻഡ് മാറി ഇങ്ങനെ വരും. ബാക്കിയെല്ലാം സെയിം ആയിട്ട് വരും. വാല്യൂസ് മുതലെല്ലാം അതേപോലെ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിൻടാക്സ് എങ്ങനെയാണ്? എല്ലാ കോളത്തിലേക്കും ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സിൻടാക്സ് ഉപയോഗിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള കോളത്തിലേക്ക് മാത്രം ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്താൽ മതിയെങ്കിൽ സെക്കൻഡ് സിൻടാക്സ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സിൻടാക്സിൽ തന്നെ തേർഡ് സിൻടാക്സ് എന്താ പ്രത്യേകത? മൾട്ടിപ്പിൾ റെക്കോർഡ്സുകൾ ഒറ്റ സിൻടാക്സ് വെച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് സിൻടാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? Okay, so next I am going to discuss what are the important points to be noted while entering the data. Already നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുവാണ്. അപ്പോൾ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഓരോ റോ ആഡ് ചെയ്യുമ്പോഴും ഞാൻ സ്പെസിഫൈ ചെയ്ത കോളത്തിലെ ഡാറ്റാസ് തന്നെയാണോ, അതായത് ഞാൻ സ്പെസിഫൈ ചെയ്ത കോളത്തിലെ ഡാറ്റ ടൈപ്പുമായിട്ട് മാച്ച് ചെയ്ത ഡാറ്റ തന്നെയാണോ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് കോളം 1ൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ ഞാൻ ഡാറ്റ കൊടുക്കുമ്പോൾ കോളം 1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം 1 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ ഞാൻ കൊടുക്കുമ്പോൾ കോളം 1 ഇൻറ്റിജർ ഡാറ്റ ടൈപ്പായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ കൊടുത്തപ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ ഒരു മിസ് മാച്ച് വന്നു. സോ വി ഹാവ് ടു എൻഷ്യൂർ ദാറ്റ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ വാല്യൂ ആൻഡ് ദ കോളം മാച്ചസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? വി ഹാവ് ടു ഫോളോ ദ കൺസ്ട്രെയിൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രെയിൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻസിന് മാച്ച് ആവുന്ന ഡാറ്റാസ് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ പ്രൈമറി കീ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റെക്കോർഡിൽ പ്രൈമറി കീ 101 കൊടുത്തു കഴിഞ്ഞാൽ ആ റോൾ നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് റോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ അവിടെയും ഒരു എറർ അവിടെ കാണിക്കും. Okay, so we should follow the constraints if it is defined. And the third one is CHAR or VAR. CHAR should be enclosed in either single quotes or double quotes. Already പറഞ്ഞു കഴിഞ്ഞു. ഡേറ്റും ടൈമും എല്ലാം സിംഗിൾ കോഡ്സിലേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. null values can be written as null or small letter null without quotes. അപ്പോൾ null values ആ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ക്യാപിറ്റലിൽ null എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്മോളിൽ null എന്ന് എഴുതാം. പക്ഷെ എന്ത് കൊടുക്കാൻ പാടില്ല? We should not use any single quotes or double quotes for writing null values. Clear? Okay. Now see, I have given some example here.
ഇവിടെ ഞാനൊരു ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിളിന് വേണ്ടി. സോ ദിസ് സ്ട്രക്ചർ ഐ ഹാവ് ക്രിയേറ്റഡ് യൂസിങ് ദി വിച്ച് കമാൻഡ്, യൂസിങ് ദി ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് വെച്ചിട്ടാണ് ഞാൻ സ്ട്രക്ചർ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇനി ഇതിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകണം. അതിൻ്റെ എക്സാമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ റോൾ നമ്പർ ഈസ് ഓഫ് ഇൻറ്റിജർ ടൈപ്പ്, നെയിം ഈസ് ഓഫ് VAR CHAR type, sex is of CHAR type, and mark is of DEC type. ഓക്കെ, ഡെസിമൽ ആണ് മാർക്ക്, സെക്സ് എന്ന് പറയുന്നത് CHAR ആണ്, നെയിം എന്ന് പറയുന്നത് VAR CHAR ആണ്, റോൾ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിൻടാക്സിൻ്റെ എക്സാമ്പിൾ ഞാൻ എഴുതി, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ് 101 ABC M 12.3. അപ്പോൾ ഫസ്റ്റ് സിൻടാക്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, എല്ലാ കോളത്തിലോട്ടും ഡാറ്റാസ് ആഡ് ചെയ്യും. So see, after insertion the table will look as this. See here, എല്ലാ കോളത്തിലേക്കും ഡാറ്റാസ് വന്നു. ഓക്കെ, ഇനി സിൻടാക്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, I can use syntax to if I want to give datas only to specific columns. ഏതെങ്കിലും ഒരു കോളം സ്പെസിഫിക് ആയിട്ടുള്ള കോളത്തിലേക്ക് ഡാറ്റ ആഡ് ചെയ്യണമെങ്കിലാണ് ഞാൻ സെക്കൻഡ് കോളം ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തവിടെ സ്പെസിഫൈ ചെയ്യണം, ഞാൻ അവിടെ കോളം നെയിം സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, so look at the syntax. Example, insert into student. I have specified to which column I have to add the data. ഏതൊക്കെ കോളത്തിലേക്കാണ് ഡാറ്റ ആഡ് ചെയ്യേണ്ടത്, റോൾ നമ്പർ, നെയിം, സെക്സ്. ഏതാണ് ഞാൻ അവിടെ അവോയ്ഡ് ചെയ്തത്, I have avoided the mark column. Okay, next I am going to give the values keyword, values 102 BMC F. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണത്തിലേക്ക് ഞാൻ ഡാറ്റ കൊടുത്തിട്ടുള്ളൂ, മാർക്കിലേക്ക് ഞാൻ ഡാറ്റാസ് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ദി ഇൻസേർഷൻ ദ ടേബിൾ വിൽ ലുക്ക് ആസ് ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഇവിടെ മാർക്ക് എന്ന് പറയുന്ന കോളം അവിടെ എന്തായി വന്നു, ബ്ലാങ്ക് ആയി വന്നു. ബിക്കോസ് ഐ ഹാവ് നോട്ട് ഇൻസേർട്ടഡ് ഡാറ്റ ടു ദി മാർക്ക് കോളം ഇൻ ദി സെക്കൻഡ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തപ്പോൾ അവിടെ എന്തില്ല, മാർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, നൗ ഗോ ടു ദിസ് തേർഡ് സിൻടാക്സ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ ഒറ്റയടിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സിൻടാക്സ് ആണ് സിൻടാക്സ് 3. സിൻടാക്സ് 3 ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഈസി ടു യൂസ് സിൻടാക്സ് 3 ബിക്കോസ് അതർവൈസ് വി ഹാവ് ടു റൈറ്റ് ഇൻസേർട്ട് കമാൻഡ് ഫോർ ഈച്ച് റെക്കോർഡ്. ഓരോ റെക്കോർഡിനും ഓരോ ഇൻസേർട്ട് കമാൻഡ് എഴുതേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിച്ചിരിക്കുന്നത്, സിൻടാക്സ് 3 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് എക്സാമ്പിൾ ആയതുകൊണ്ട് 2 റെക്കോർഡ്സ് മാത്രം ഈ കമാൻഡ് വെച്ച് ഇൻസേർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, ഐ എം ഗോയിങ് ടു ആഡ് ഡാറ്റാസ് ടു ഓൾ ദ കോളംസ് ഓഫ് ദി ടേബിൾ ബിക്കോസ് ഐ ഹാവ് നോട്ട് സ്പെസിഫൈഡ് ദ കോളം നെയിം. കോളം നെയിം സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് എന്ത് മനസ്സിലാക്കുന്നു, ഐ ഹാവ് ടു ആഡ് ഡാറ്റാസ് ടു ഓൾ ദി കോളംസ് ഇൻ എ ടേബിൾ അല്ലേ. അപ്പോൾ ആദ്യത്തെ കോളം എന്താണ്, 120 FGEM 34.0 ആൻഡ് ഇത് തേർഡ് ആയിട്ട് വരും. നമ്മൾ ഓൾറെഡി 2 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ തേർഡ് റെക്കോർഡ് ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് റെക്കോർഡ്. സോ ആഫ്റ്റർ ദ ഇൻസേർഷൻ ദ ടേബിൾ വിൽ ലുക്ക് ആസ് ഫോളോസ്. ഇവിടെ രണ്ടാമത്തെ സിൻടാക്സിൽ മാത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തപ്പോൾ മാത്രം ഞാൻ ഏത് അവോയ്ഡ് ചെയ്തു, അവിടെ ഏത് അവോയ്ഡ് ചെയ്തു, മാർക്ക് എന്ന് പറയുന്ന ഫീൽഡ് അവോയ്ഡ് ചെയ്തു. ക്ലിയർ? ഓക്കെ, ഇനി ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വരണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു റീഡ് ദിസ് ക്വസ്റ്റ്യൻ. റൈറ്റ് ക്വറി. ഞാൻ പറഞ്ഞു ക്വറി ഈസ് എ കമാൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു ദി ഡാറ്റാബേസ് അല്ലേ. ക്വറി എന്ന് പറയുന്നത് ഡാറ്റാബേസിലേക്ക് കൊടുക്കുന്ന ഒരു കമാൻഡ് നമ്മൾ ക്വറി എന്നുള്ള വേർഡ് വെച്ച് യൂസ് ചെയ്യുന്നു. റൈറ്റ് ക്വറി ടു ഇൻസേർട്ട് എ റെക്കോർഡ് ഇൻ ടു ദ ടേബിൾ സ്റ്റുഡൻറ്റ് വിച്ച് ഹാസ് ദ ഫോളോയിങ് ഫീൽഡ്സ്. അപ്പോൾ ഈ ഫീൽഡൊക്കെയാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഉള്ളതെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഫീൽഡ് അഡ്മിഷൻ നമ്പറാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. രണ്ടാമത്തെ ഫീൽഡ് നെയിമാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് CHAR of 20 ആണ്. ജെൻഡർ എന്ന് പറയുന്നത് വേണമെങ്കിൽ വാർക്കാർ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വാർക്കാർ ഞാൻ കൊടുത്തു, വാർക്കാർ of 20. ജെൻഡർ CHAR. DOB സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി ഷോർട്ട് ഫോം ആയിട്ട് DOB എന്ന് കൊടുത്തു. അത് ഡേറ്റ് ഡാറ്റ ടൈപ്പാണ്. കോഴ്സ് എന്ന് പറയുന്നത് VAR CHAR ആണ്. 25 കൊടുത്തു. ഇൻകം ഫാമിലി ഇൻകത്തിന് വേണ്ടി ഞാൻ DEC of 5,2. ഇങ്ങനെയാണ് നമ്മളുടെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെയായിരിക്കണം സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ആ ഡേറ്റിൻ്റെ മെത്തേഡ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സിൻടാക്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ സിൻടാക്സ് വിൽ ബി ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ്
Here admission number is INT, so I have given as 1025 without any punctuators. Next one is Navya, that means the name is VARCHR. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡബിൾ കോഡ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഉപയോഗിക്കാം. Next one is gender, CHAR. So I have not given any size, so that means the size of the CHAR is 1. Okay, so ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, F എന്നുള്ള സിംഗിൾ കോഡ്സിൽ കൊടുത്തു. Next one is DOB, date. See here, date ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. Date എങ്ങനെ കൊടുക്കണം, സിംഗിൾ കോഡ്സിൽ കൊടുക്കണം. And the format of date is year. We can use any punctuators between the values. Slash, here I have used the slash punctuator. 03 means month, 24 means day. Okay, next is course നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ കൊടുക്കാം. And the next one is F income deck. Deck is used to store the data with a point value. ഇവിടെ ഞാൻ 5,2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം വേണമെങ്കിൽ വരാം. മൊത്തത്തിൽ നമുക്ക് എത്ര വരണം എന്നേ ഉള്ളൂ, 5 വരണം എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ പോയിന്റ് ഇടാത്തത് കൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ട്, 5 ഡിജിറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് ഇടുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരുമായിരുന്നത് ഒന്നെങ്കിൽ 2500 2500.0 എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 250.00 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഹിയർ since I have not used any decimal point, I can give as 25,000. ക്ലിയർ ആണോ? മൊത്തത്തിൽ 5 ഡിജിറ്റ്സ് വരണം എന്നേ ഉള്ളൂ. പറയുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് മാക്സിമം എത്ര വരാം എന്ന് പറയുന്നുണ്ട്, 2 ഡിജിറ്റ്സ് വരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പോയിന്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് മാക്സിമം 5 ഡിജിറ്റ്സ് ഇൻറ്റിജർ പോർഷനിൽ തന്നെ എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, so we have completed our insert into command. Next we are moving on to the next DML command, how to retrieve information from a table. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, നമ്മൾ ഏറ്റവും ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ക്രിയേറ്റ് ടേബിൾ ചെയ്യണം. ഈ ഒരു ഓർഡറിൽ തന്നെ വേണം SQL ചെയ്യാനായിട്ട്. ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ യൂസ് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ടേബിൾ ചെയ്യുക. ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡാറ്റാസ് എല്ലാം ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ പകുതി ജോലി കഴിഞ്ഞു. ഓക്കെ, ഇനിയാണ് നമ്മൾ അതിൽ നിന്നും റെക്കോർഡ്സുകൾ നമ്മളുടെ ആവശ്യാനുസരണം, നമ്മളുടെ ആവശ്യമനുസരിച്ചിട്ടുള്ള റെക്കോർഡ്സുകൾ റിട്രീവ് ചെയ്യാൻ പോവാം. Okay, so to retrieve information from tables, we are going to use the which command? Select command. സെലക്റ്റിൻ്റെ ഒത്തിരി സിൻടാക്സുകളുണ്ട്. നമ്മളൊരു 3 സിൻടാക്സുകൾ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് ടു ബി നോട്ടഡ് ഈസ് ഇറ്റ് ഈസ് എ DML command. Why it is a DML command? Because it is related to the manipulation of data. So it is known as DML, data manipulation command. So here select command can be used to retrieve data from all the columns, specified columns based on a condition or not. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടോ അല്ലാതെയോ ഒരു കോളത്തിലുള്ള എല്ലാ ഡാറ്റാസിനെയും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കോളത്തിലെ ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് ഏത് കമാൻഡ് ഹെൽപ്പ് ചെയ്യും? സെലക്ട് കമാൻഡ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വഴിയെ ആ എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. So the various syntax are discussed below. The first syntax is displaying all columns and all rows. എല്ലാ കോളവും എല്ലാ റോസും കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. The syntax is select star from table name. So star means everything, the whole table should be displayed. So select command is used to display the table. That is a point to be noted here. Select എന്ന് പറയുന്നത് റിട്രീവ് ചെയ്യാമെന്ന് പറഞ്ഞു. റിട്രീവ് ചെയ്തിട്ട് അവിടെ എന്താ ചെയ്യണത്? ദാറ്റ് റിട്രീവ്ഡ് ഡാറ്റ ഈസ് ഡിസ്പ്ലേഡ് ടു ദ യൂസർ. ഓക്കെ, സോ സെലക്ട് കമാൻഡ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ദി ടേബിൾ. എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർ മീൻസ് എവറിത്തിങ് ഇൻ ദ ടേബിൾ ഷുഡ് ബി ഡിസ്പ്ലേഡ്. ദാറ്റ് മീൻസ് all the columns and all the rows, or all the fields and all the records, or all the attributes and all the rows should be displayed. Okay, അപ്പോൾ here from is the keyword. Table name is the table from which the data should be retrieved. Okay, അപ്പോൾ നമ്മളുടെ ഒരു ടേബിൾ ഇങ്ങനെ ഒരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഒരു ടേബിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓൾറെഡി വി ഹാവ് ക്രിയേറ്റഡ് ദിസ്, ജസ്റ്റ് assume we have created this using the create table as well as data are inserted using the insert table command. Insert into table name command. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ ഇൻസേർട്ട് ഒക്കെ വെച്ച് നമ്മൾ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള ടേബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റ് എന്നാണ് ഈ ടേബിളിൻ്റെ പേരെന്ന് വിചാരിക്കുക. അങ്ങനെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യും.
What's the reason? Because star means everything in the table should be displayed. That means all the columns and all the table should be displayed. All the columns and all the record should be displayed. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടേബിൾ അതേപോലെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഒരു ടേബിളിൻ്റെ കറണ്ട് സിറ്റുവേഷൻ അറിയണമെങ്കിൽ we can use the command select star from student. Okay, now we are moving on to the second syntax. Second syntax is to display selective columns. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാ കോളവും എല്ലാ റോവും. ഇവിടെ അങ്ങനെയല്ല, സെലക്റ്റീവ് ആയിട്ടുള്ള കോളം മാത്രം മതി എങ്കിൽ here we have to specify the column name, from which column name I have to retrieve data. I have to specify here. So the syntax is select column name, comma, column name 2, etc. column n from table name. From എല്ലായിടത്തും സെയിം ആണ്, ഈ ആദ്യത്തെ പോർഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏതൊക്കെ കോളമാണ് ഇവിടെ വരേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കോളമാണ് സെലക്റ്റീവായിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഏത് വെച്ചാണ് കൊടുക്കുന്നത്? കോളം 1, കോമ കോളം 2 വെച്ച് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഫ്രം ദി അബൌവ് ടേബിൾ ഇഫ് ഐ വാണ്ട് ഓൺലി നെയിം ആൻഡ് കോഴ്സ്, നെയിമും കോഴ്സും മാത്രം മതി, ബാക്കിയുള്ള അഡ്മിഷൻ നമ്പറും ജെൻഡറും DOB മെഫിൻകം ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ we can give as select name, course from student. So my output will be as follows. ഇവിടെ കണ്ടോ, ഇവിടെ നെയിമും കോഴ്സും മാത്രമേ ഡിസ്പ്ലേ ചെയ്തുള്ളൂ, അഡ്മിഷൻ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, we have not displayed gender, we have not displayed DOB, and we have not displayed F income. I have got only the output of the name and course. അപ്പോൾ ഇതേപോലെ സെലക്റ്റീവ് ആയിട്ടുള്ള കോളത്തിൽ നിന്നും if I want to retrieve data, I can use the second command, second syntax. Okay, so now we are moving on to the third syntax, how to eliminate duplicate values in the column using distinct keyword. So in the above example we can see that ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, here science is repeating. Alok Science, Nike Science, Bharat Commerce, Virat Science, Meera Science. So in this example നമുക്ക് ഇങ്ങനെയായിരുന്നു വേണ്ടത്. കാരണം എന്താണ്, ഓരോ കുട്ടിയും I need to display, I want which details, ഓരോ കുട്ടിയുടെയും ഓരോ കുട്ടി പഠിക്കുന്ന ബാച്ച് ഏതാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ കോഴ്സ് ഏതാണെന്ന് എനിക്കറിയണമായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ ഔട്ട്പുട്ട് കറക്റ്റാണ്. But there may be situations in which if I want to get the details of the courses available in a particular school, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ I need not repeat science again and again. I want to get the details only science and commerce. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ എന്ത് മതി? സയൻസും കോമേഴ്സും മാത്രം മതി. എനിക്കിത് വീണ്ടും സയൻസ് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. കാരണം ആ സ്കൂളിൽ എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ക്ലിയർ? അപ്പോൾ in this situation we can use the distinct keyword. So distinct keyword helps us to avoid duplicate values. Clear? So if I am going to give as select distinct column name from table name, എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ കോളം നെയിമിൽ ഡിസ്റ്റിങ്ക്റ്റ് മീൻസ് ഇറ്റ് വിൽ അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ദാറ്റ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദി കോളം നെയിം. ഇറ്റ് വിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മാത്രമേ അവോയ്ഡ് ചെയ്ത് കാര്യമുള്ളൂ. ബേസിക് ആയിട്ട് ടേബിളിൽ അതെല്ലാം ഉണ്ടാവും. പക്ഷേ ഡാറ്റാസ് നമ്മളെ കാണിച്ചു തരുമ്പോൾ എങ്ങനെ കാണിക്കും? ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്ത് അവിടെ കാണിക്കും. Clear? So if I am giving a select distinct course from student, it will display science and commerce. See here, ഇവിടെ എന്ത് സംഭവിച്ചു? സയൻസ് എത്ര സയൻസ് ഇവിടെ ഉണ്ടായിരുന്നു? 1 2 3 4 സയൻസ് ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണം ഡ്യൂപ്ലിക്കേഷൻ ആയിരുന്നു, ഒരെണ്ണം മാത്രം എന്നെ കാണിച്ചാൽ മതി. അപ്പോൾ അവിടെ എന്ത് വന്നു? സയൻസ് എന്നും കോമേഴ്സ് എന്നും വന്നു. Okay, so to avoid duplicate values we can use distinct keyword. ഓക്കെ, സോ നമ്മൾ നേരത്തെ കൊടുത്ത സിൻടാക്സ് ഇങ്ങനെയായിരുന്നു. സെലക്ട് കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ്. സെലക്ട് കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തിരുന്നില്ല എങ്ങനെ വരുമായിരുന്നു? സയൻസ് കോമേഴ്സ് സയൻസ് എന്ന് വരുമായിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ എന്ത് കൊടുത്തു? സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കോഴ്സ് എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു വേർഡാണ് ഓൾ. സെലക്ട് ഓൾ കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്താലും എങ്ങനെ തന്നെ വരും? ആ കോഴ്സിലുള്ള എല്ലാ ഡാറ്റാസും ഡിസ്പ്ലേ ചെയ്തു വരും. So select course from student as well as select all course from student is equivalent. ഈ രണ്ട് കമാൻഡ്സും equivalent ആണ്. That is why we are avoiding all keyword from the above syntax. Okay, അപ്പോൾ all എന്ന് കൊടുത്താലും എന്ത് തന്നെ വരും? എല്ലാ കമാൻഡ്സും വരും. ഓൾ കൊടുത്തില്ലെങ്കിലും ഡിസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കാതെ നമ്മളൊരു കമാൻഡ് കൊടുത്താലും ആ ഫീൽഡിലുള്ള എല്ലാ ഡാറ്റാസും വരും. അപ്പോൾ ഓൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പം ഇല്ല. So just remember, all is the opposite of distinct command. Distinct keyword. Clear? Okay. So I'm winding up. In the next class, we will be again continuing with the select command itself.
Okay, thank you.